നല്ലൊരു മുറുകാൻകടയിലെ കച്ചവടം വിൽ ഫാർ ബൈപാസ് ദ ഓർ സർപാസ് ദി സാലറി ഓഫ് എ ഗവൺമെന്റ് സർവന്റ്. പഠിക്കാൻ തീരെ മോശക്കാരായവരാണ് ബിസിനസ്സുകാരാവാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു ടീച്ചർ ചോദിക്കും, നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം? മിടുക്കായ കുട്ടികൾ പറയും ഞങ്ങൾക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, കളക്ടർ ആവണം, കുറച്ചു പേരൊക്കെ പോലീസ് ആവണം എന്നൊക്കെ പറയും. തീരെ മോശക്കാരെന്ത് പറയും? എനിക്ക് കച്ചവടം ചെയ്യണം. കല്യാണമൊക്കെ കഴിഞ്ഞു, 10 കൊല്ലം ഞാൻ വർക്കൊക്കെ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഞാനൊരു കമ്പനി തുടങ്ങാം എന്നൊന്ന് പറഞ്ഞു നോക്കും. അപ്പൊ അച്ഛനും അമ്മയും മാത്രമാണ് പറയുന്നത്, അത് അച്ഛനും അമ്മയും കൂടെ തടയും, അവരുടെ ബന്ധുക്കളും കൂടെ ചേർന്ന് തടയും. നമ്മൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ആൾക്കാർ കൂട്ടം കൂടിയിരുന്ന് വെറുതെ ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്ന കാണാൻ കഴിയും ഇപ്പോഴും ബിക്കോസ് യു ആർ എ ലേസി ബഞ്ച്. പക്ഷെ നീ ബോംബെ പോയി കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും അത് കാണാൻ പറ്റില്ല. മുറുക്കങ്കടക്കാരൻ മുതൽ പാൻവാല വരെ എല്ലാവരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരു അദാനിയുടെ സക്സസ് എന്നെ എക്സൈറ്റ് ചെയ്യത്തില്ല, ഒരു അംബാനിയുടെ സക്സസ് എന്നെ എക്സൈറ്റ് ചെയ്യത്തില്ല. പക്ഷേ രാഹുൽ അപ്പുറത്തുനിന്ന് ഒരു കമ്പനി തുടങ്ങി, അവൻ 100 കോടി രൂപ ടേൺ ഓവർ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്നെ എക്സൈറ്റ് ചെയ്യും. ബിക്കോസ് ഇന്നും തിരുവനന്തപുരത്ത് വലിയ ഭൂവുടമകളും അവരത് കച്ചവടം ചെയ്യാനും തയ്യാറല്ല, മറ്റൊരു കാര്യത്തിന് വിട്ടുകൊടുക്കാനും തയ്യാറല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ബാക്കിയുള്ള പുതിയ കടകൾ വരാനോ അല്ലെ പുതിയ സംരംഭങ്ങൾ വരാനോ ഉള്ള ഒരു റെസ്ട്രിക്റ്റിംഗ് ഫാക്ടറായിട്ടുകൂടി അത് പലപ്പോഴും മാറാറുണ്ട്. എവിടെയാണ് നമ്മളൊരു ഗ്ലോറിഫൈഡ് ഗുമസ്തനാകാനോ അല്ലെങ്കിൽ നമ്മളൊരു കൂടിപ്പോയാൽ ഒരു IAS ഓഫീസർ വരെ ആകുന്നതിനോ അപ്പുറത്തേക്ക് ഒരു സംരംഭകനാകാൻ ഭയക്കുന്നത് അല്ലെ ഭയപ്പെടുത്തുന്നത് എവിടെയാണെന്ന് ഒരു സ്റ്റാർട്ടപ്പ് മിഷന്റെ ചുമതലയിരിക്കുമ്പോൾ സാർ ചിന്തിച്ചിട്ടുണ്ടോ? ആരാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് ഈ കാര്യത്തിൽ നിന്ന്? കുട്ടികൾക്ക് ഭയമൊന്നുമില്ല, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. ഇപ്പോൾ ഏറ്റവും അവസാനം എന്നോട് പല അച്ഛനമ്മമാരും പറയുന്നതെന്ന് പറഞ്ഞാൽ, കുട്ടി AI-യുമായി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവൻ പഠിക്കാനുള്ളതൊന്നും ചെയ്യുന്നില്ല, പകരം അവൻ ക്ലോഡിൻ്റെ മുന്നിലിരിക്കുകയാണ് എല്ലാ സമയത്തും, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. ഇപ്പം ഇതിനകത്ത് ഈ പത്മനാഭന്റെ 10 ചക്രം എന്നുള്ള പഴയ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ, ആ 10 ചക്രം കണ്ട് വളർന്നവരാണ് നമ്മളൊക്കെ. അതാണ് ഞാൻ ഈ തെക്കോട്ടുള്ള കാര്യം സ്പെസിഫിക്കലി എടുത്തു പറഞ്ഞത്. ആ 10 ചക്രത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ഇപ്പോഴും നമ്മളുടെ ഒരു തലമുറയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് അതിൻ്റെ വാസ്തവം. അപ്പം നമ്മൾ ഔട്ട് ഓഫ് ദി ഓർഡിനറി എൻ്റർപ്രനോർഷിപ്പ് അല്ലെങ്കിൽ സംരംഭകത്വം എന്ന് പറഞ്ഞാൽ അതിനകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മൾ കാണുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഫെയിലിയറിൻ്റെ പോസിബിലിറ്റിയാണ്. അതായത് നമ്മളൊരു കച്ചവടം തുടങ്ങിയാൽ ചിലപ്പോൾ ആ കച്ചവടം വിജയിക്കും, ചിലപ്പോൾ ആ കച്ചവടം പൂട്ടിപ്പോവും. ഈ ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്നില്ല ഒരിക്കലും. അത് സ്കൂളുകൾ തൊട്ടുള്ള നമ്മുടെ പ്രശ്നം. നമ്മുടെ കുട്ടികളോട്, ഇപ്പം എൻ്റെ മക്കളോട് ഞാൻ ഈ ഡയലോഗുകളെല്ലാം അടിക്കുമ്പോഴും എൻ്റെ മക്കളോട് എത്ര കൈൻഡായിട്ടാണ് ഞാൻ അവരുടെ ഫെയിലിയേഴ്സിനെ എംബ്രേസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ 10 പ്രോബ്ലം 5 മാർക്കേ കൊടുക്കത്തുള്ളൂ എനിക്ക്. അപ്പം നമ്മൾ കുറച്ചുകൂടെ കൈൻഡ് ആവണം. ഇത് ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു കാര്യം ചെയ്തു, അത് ചെയ്ത് പരാജയപ്പെട്ടവൻ്റെ കൂടിയാണ് ലോകം. ഇതിപ്പോൾ നമ്മൾ പലപ്പോഴും ഈ SLCക്ക് A+ കിട്ടുന്നവരെ അനുമോദിക്കുന്ന ചടങ്ങിൽ ആൾക്കാർ ഇത് പറയാറുണ്ട്. അതായത് ഇത് A+ കിട്ടിയവരെല്ലാം ഓക്കെ, പക്ഷെ അതൊന്നും അല്ലാതെ വേറൊരു വലിയ ലോകമുണ്ട്, അവരാരും പരാജിതരല്ല, അവരുടെയും കൂടെ അടങ്ങുന്നതാണ് ലോകം എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുന്നിടത്താണ് ഇതിൻ്റെ ഒരു തുടക്കം ഉണ്ടാകുന്നത്. ഇപ്പോഴും നമ്മൾ ഒരു 100 പേരോ അല്ലെ 150 പേരോ അടങ്ങുന്ന അച്ഛനമ്മമാരുടെ ഒരു സദസ്സിൽ നിങ്ങളുടെ മക്കൾ അല്ലെ മകൻ അല്ലെങ്കിൽ മകൾ ഒരു സംരംഭം തുടങ്ങുന്നതിന് നിങ്ങൾ എത്ര പേർ പിന്തുണയ്ക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓൺലി ലെസ് ദൻ 10%. 1-2 പേര് കൈപൊക്കിയാലായി, അത്രേ ഉള്ളൂ. ഇപ്പോഴും നമുക്ക് വേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ജോലി എടുക്കണം എന്നുള്ളതാണ്. ഇനി നിൽക്കട്ടെ, കൊച്ചുകുട്ടികളത് ചെയ്യണമെന്ന് അച്ഛനന്മാരെ നിർബന്ധം പിടിക്കുന്നതിൽ നമുക്ക് ഒരു കാര്യമുണ്ട്. കാരണം ലോകമറിയാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നേരിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരാൾ പെട്ടെന്ന് പോയി ഒരു കമ്പനി തുടങ്ങിയാലോ അല്ലെങ്കിൽ ഒരു കച്ചവടം തുടങ്ങിയാലോ എന്ത് സംഭവിക്കും? ഇപ്പോൾ പണ്ട് നമ്മൾ അടൂർന്ന് വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഹോളി ഏഞ്ചൽസിലാണ് പഠിച്ചത്, അടൂർ ഹോളി ഏഞ്ചൽസിലാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ പഠിക്കാൻ തീരെ മോശക്കാരായവരാണ് ബിസിനസ്സുകാരാവാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു. അപ്പം നമ്മളിപ്പോൾ ടീച്ചർ ചോദിക്കും, നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം? മിടുക്കായ കുട്ടികൾ പറയും ഞങ്ങൾക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, കളക്ടർ ആവണം, കുറച്ച് പേരൊക്കെ പോലീസ് ആവണം എന്നൊക്കെ പറയും. തീരെ മോശക്കാരെന്ത് പറയും? എനിക്ക് കച്ചവടം ചെയ്യണം. മനസ്സിലായി? കാരണം എനിക്ക് വേറെ നിവൃത്തിയില്ല എന്നുള്ളതാണ് അവൻ്റെ മനസ്സിലുള്ള ഇത്. അപ്പം അങ്ങനെയാണ് കച്ചവടത്തിനെ നമ്മൾ കണ്ടത്. അതിൽ നിന്ന് ഇന്നിപ്പോൾ എന്താണ്, IIT-യിൽ നിന്ന് ഇറങ്ങുന്ന ഒരാൾ ഒരു ജോലിക്ക് പോവാതെ പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയിൽ. അതൊരു വലിയ മാറ്റമാണ്. അത്തരത്തിലുള്ളൊരു സാംസ്കാരികമായ മാറ്റം കേരളത്തിൽ പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്ക് കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന റോൾ മോഡൽസ് ഉണ്ടാവണം. നമ്മളിപ്പോഴും ശരിക്കും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെഗസി ഫാമിലി ബിസിനസ്സുകളാണ് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മൾ ഗോൾഡ് എടുത്താൽ
ദർ ആർ എ ഫ്യൂ ഫാമിലീസ് വിച്ച് ഹസ് ത്രൈവ്ഡ് വെരി വെൽ, അല്ലേ? നമ്മൾ റീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഫാമിലീസ് ത്രൈവ്. പക്ഷെ അതുപോലെ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ഒരാൾ, ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ അതിൽ നിന്ന് ഒരു വലിയ സക്സസ്ഫുൾ ആയിട്ട് മാറുമ്പോഴാണല്ലോ നമുക്ക് തോന്നുന്നു നമുക്കും ഇത് പറ്റും എന്നുള്ള കൂടുതൽ റോൾ മോഡലുകൾ ഉണ്ടാകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഒന്ന്, അച്ഛനമ്മമാരുടെ ഇതിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറണം. രണ്ട്, നമ്മുടെ സംരംഭകർ, യുവ സംരംഭകർ ഇപ്പോൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന 10 സ്റ്റാർട്ടപ്പുകളുടെ പേര് പറയൂ എന്ന് ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, അറിയില്ല. അപ്പൊ അത് ആ ഇൻഫർമേഷൻ പുറത്തേക്ക് പോകുന്നില്ല. അതൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതവിടെ നിൽക്കട്ടെ, കുട്ടികളുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ പുറത്തിറങ്ങുന്നു, അവർക്കൊന്നും അറിയില്ല. പെട്ടെന്ന് അവരൊരു കച്ചവടത്തിലേക്ക് എടുത്ത് ആടി കഴിഞ്ഞാൽ ചിലപ്പോൾ ചതിക്കുഴികളിൽ വീഴുകയോ അല്ലെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ വരിക. 10 കൊല്ലം കല്യാണമൊക്കെ കഴിഞ്ഞു, 10 കൊല്ലം ഞാൻ വർക്കൊക്കെ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഞാനൊരു കമ്പനി തുടങ്ങാം എന്നൊന്ന് പറഞ്ഞു നോക്കൂ, അപ്പോഴും പ്രശ്നമാണ്. അപ്പൊ അച്ഛനും അമ്മയും മാത്രമാണ് പറയുന്നത്, അത് അമ്മയച്ഛനും അമ്മായിയമ്മയും കൂടെ തടയും, അവരുടെ ബന്ധുക്കളും കൂടെ ചേർന്ന് തടയും, ചിലപ്പോ പാർട്ട്ണറും ഉണ്ടാവും, ചിലപ്പോ പാർട്ട്ണറും ഉണ്ടാവും. സാർ ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ ഇതിനകത്ത്. സാർ, ഇത് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ സക്സസ് വേണമെന്നുള്ളൊരു മിഥ്യാധാരണ പരാജയത്തെ അടുത്ത സ്റ്റേജിലേക്ക് നടത്താനുള്ള ഒരു ഇൻസ്പിറേഷനായി ഒക്കെ കാണാൻ കഴിയാത്ത ഒരു തലം മലയാളികൾക്കിടയിൽ ഭയങ്കരമായിട്ടില്ലേ? എൻ്റെ മനസ്സിൽ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സാധനം. ആരുടെ കയ്യിലാണ് ലിക്വിഡ് ക്യാഷ് ഉണ്ടായിരുന്നു? ഇപ്പം മധ്യ തിരുവിതാംകൂറിലെ നായർ കമ്മ്യൂണിറ്റി, അതാണല്ലോ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ ബാങ്കിൽ വലിയ തോതിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഉണ്ടായിരുന്നു. അവരുടെ വെൽത്ത് എപ്പോഴും അസസ് ചെയ്യപ്പെട്ടിരുന്നത് എന്തിനെ ബേസ് ചെയ്താണ്? സ്ഥലം. അതെ, നമുക്ക് എപ്പോഴും ഭൂ ഉടമകളായിരുന്നു അവർ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു 5 ഏക്കർ സ്ഥലം കാണും, അല്ലെങ്കിൽ 10 ഏക്കർ സ്ഥലം കാണും, അത് ചുമ്മാ കാട് പിടിച്ച് കിടക്കുകയായിരിക്കും. പക്ഷെ നിങ്ങൾ ഭൂ ഉടമകളായിരുന്നു, ഒരുപാട് പാടം നമുക്കുണ്ടായിരുന്നു. അത് കൃഷി ചെയ്യുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്ന ഒരു ലോസ് മേക്കിംഗ് അഫെയർ ആണ്. പക്ഷേ നമ്മൾ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്തു പോയി. എന്നാൽ ദർ വാസ് ഓൾവേസ് ലിക്വിഡ് ക്യാപിറ്റൽ അവൈലബിൾ വിത്ത് ദി ബിസിനസ്മെൻ. അത് പണം പലിശയ്ക്ക് കൊടുക്കുന്നവരാവട്ടെ, കച്ചവടം ചെയ്യുന്നവരാവട്ടെ. ഈ സിനിമയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഏത് സിനിമ, ശ്രീനിവാസൻ്റെ സിനിമ തന്നെയാണ്. അതിനകത്ത് ശ്രീനിവാസൻ്റെ അനിയനായിട്ട്, ശ്രീനിവാസൻ എഞ്ചിനീയറാണ്, ശ്രീനിവാസൻ്റെ അനിയനാണ് ജയറാം, ജയറാമിൻ്റെ ഭാര്യയാണ് പാർവതി. തലയണ മന്ത്രം. അപ്പൊ തലയണ മന്ത്രത്തിനകത്ത് പാർവതി ജയറാമിനോട് പറയും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പലചരക്ക് കച്ചവടക്കാരനല്ലേ, ഇതൊന്ന് മാറ്റി പിടിച്ചുകൂടെ? എൻ്റെ ബാങ്കിലൊക്കെ എല്ലാവരും എന്നെ കളിയാക്കുന്നു, ഭർത്താവ് പലചരക്ക് കച്ചവടക്കാരൻ. ജയറാം തിരിച്ചു പറയും, നീ ഒരു വർഷം ഉണ്ടാക്കുന്ന പൈസ ഞാനൊരു മാസം കൊണ്ട് എൻ്റെ കടയിൽ നിന്ന് ഉണ്ടാക്കും, നല്ല കച്ചവടം ഉണ്ടെങ്കിൽ. പക്ഷേ ആ ക്ലാസ് ഡിഫറൻസ് അത് ഇങ്ങോട്ട് വളരെ കൂടുതലായിരുന്നു. അതൊരു തെക്കോട്ട് വളരെ കൂടുതലായിരുന്നു, പ്രത്യേകിച്ചും നായർ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വളരെ കൂടുതലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മിഥ്യാബോധം, ഇവനെന്തോ മറ്റേ പലചരക്കട നടത്തും, എന്ത് ചെയ്യുന്നു, പലചരക്കട നടത്തും, മുറുക്കാൻ കട നടത്തും. നല്ലൊരു മുറുക്കാൻ കടയിലെ കച്ചവടം വിൽ ഫാർ ബൈപാസ് ഓർ സർപാസ് ദി സാലറി ഓഫ് എ ഗവൺമെന്റ് സർവന്റ്. അപ്പോൾ പക്ഷെ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി നമുക്കില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറ്റി, ഒരു മാസം 5000 രൂപ അല്ലെ 10000 രൂപ, അന്ന് ഞാൻ പറയുന്ന ഒരു 10-20 വർഷം മുന്നേ ഉള്ള കാര്യമാണ്, ശമ്പളം കിട്ടുന്ന ജോലികളിലേക്ക് നമ്മൾ ഒതുങ്ങി. വിച്ച് കൈൻഡ് ഓഫ്, അപ്പൊ ക്യാപിറ്റൽ ഇല്ല, നമ്മൾ എന്തെടുത്തിട്ട് കൊടുക്കും? അമ്മാവൻ്റെ അടുത്ത് ചെന്ന അമ്മാവ് 10 ലക്ഷം എടുക്കുമെന്ന് പറഞ്ഞാൽ 10 ലക്ഷം എടുത്ത് കൊടുക്കാൻ വേണ്ടേ? അങ്ങനെ കൊടുക്കാൻ കഴിയുന്ന എത്ര അമ്മാവന്മാർ നമുക്കുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ അങ്ങനെയല്ല കൊച്ചിയിലെയോ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരെയോ അല്ലെങ്കിൽ മലബാറിലെയോ കാര്യങ്ങൾ. അവിടെ കുറച്ചുകൂടെ ആദ്യമേ തന്നെ അവർ കച്ചവടത്തിനെ എംബ്രേസ് ചെയ്തിരുന്നു. അത് ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു ഒരു ഗൾഫ് പ്രോക്സിമിറ്റി, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഗൾഫിലേക്ക് പോവുകയും അവിടുത്തെ ഒരു ട്രേഡിംഗ് ബിസിനസ് കാണുകയും അതിൻ്റെ എക്സ്റ്റൻഷൻസ് കേരളത്തിൽ വരികയും ഇവിടവും അവിടവും തമ്മിലുള്ള കച്ചവടം പുരോഗമിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അങ്ങനെ സംഭവിച്ചത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഹിസ്റ്റോറിക്കൽ റീസൺസ് ഓഫ് കൊടുങ്ങല്ലൂർ, മുസ്രിസ്, വാസ്കോ ഡ ഗാമ, പോർച്ചുഗീസ്, സാമറിൻ, ഈ ഒരു കണക്ഷനും കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നിരിക്കാം. അപ്പം തിരിച്ചു ചോദിക്കും, എന്തുകൊണ്ട് കൊല്ലത്തും ഇത് തന്നെ നടന്നു, ആലപ്പുഴയിലും ഇത് തന്നെ നടന്നു, പക്ഷെ എന്തുകൊണ്ട് കൊല്ലം ആലപ്പുഴയും വികസിച്ചില്ല എന്നുള്ള ചോദ്യത്തിനുള്ള എൻ്റെ ഉത്തരവാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഏതോ ഒരു ഘട്ടത്തിൽ ഈ പത്മനാഭന്റെ 10 ചക്രം വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറി. അതിനെ ബ്രേക്ക് ചെയ്ത് അവൈലബിലിറ്റി ഓഫ് ലിക്വിഡ് ക്യാപിറ്റൽ. ഇപ്പം എനിക്ക് ഒരു സംരംഭകനെ സഹായിക്കണം, ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു നല്ല എക്സാമ്പിളാണ്. എനിക്കൊരു കച്ചവടം തുടങ്ങണം, അച്ഛാ ഒരു 10 ലക്ഷം രൂപ തരുമോ എന്ന് ചോദിച്ചാൽ എടുത്തു കൊടുക്കാൻ എൻ്റെ 10 ലക്ഷം രൂപ ഉണ്ടാവണമല്ലോ. സോ ദാറ്റ് ക്യാപിറ്റൽ അവൈലബിലിറ്റി
was more towards the northern part of Kerala and less towards the southern part of Kerala എന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിങ്. ഇത് ശാസ്ത്രീയമായ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇന്നും തിരുവനന്തപുരത്ത് വലിയ ഭൂവുടമകളുണ്ട്, ലാർജ് ലാൻഡ് ബാങ്ക്സ് വിച്ച് ആർ ഹെൽഡ് ബൈ ഓൾഡ് ഫാമിലീസ്. അവരത് കച്ചവടം ചെയ്യാനും തയ്യാറല്ല, മറ്റൊരു കാര്യത്തിന് വിട്ടുകൊടുക്കാനും തയ്യാറല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ബാക്കിയുള്ള പുതിയ കടകൾ വരാനോ അല്ലെ പുതിയ സംരംഭങ്ങൾ വരാനോ ഉള്ള ഒരു റെസ്ട്രിക്റ്റിംഗ് ഫാക്ടറായിട്ട് കൂടി അത് പലപ്പോഴും മാറാറുണ്ട്. അപ്പോൾ അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പരാജയത്തിൻ്റെ ഇതാണ്. പരാജയത്തിനെ എംബ്രേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പരാജയത്തിനെ ഞാൻ ഭയപ്പെട്ടു തുടങ്ങിയത് സ്കൂളിൽ നിന്നാണ്. ഞാൻ 2ാമനായി പോകുമ്പോഴോ 3ാമനായി പോകുമ്പോഴോ 10ാമനായി പോകുമ്പോഴോ എൻ്റെ ജീവിതം തന്നെ പുറകോട്ട്. അപ്പം ഞാനിതിന് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ക്ലാസ് പുതിയതായി തുടങ്ങുന്നു, നമ്മുടെ സ്കൂൾ വർഷം ഇപ്പോൾ തുടങ്ങി, നമ്മളെല്ലാവരും ക്ലാസ്സിൽ വന്നിരുന്നു, ക്ലാസ് ടീച്ചർ കടന്നു വന്നു. ആദ്യത്തെ 1 മാസത്തിനകം ടീച്ചേഴ്സ് നമ്മളെ ക്ലാസിഫൈ ചെയ്യാണ്. ഇവൻ മിടുക്കനാണ്, ഇവൻ പോരാ, ഇവൻ മീഡിയോക്കറാണ്. കുറേ പേര് തീരെ പോരാ, കുറച്ച് പേര് മീഡിയോക്കറാണ്, കുറച്ച് പേരാണ് മിടുക്കർ. പിന്നെ അറ്റൻഷൻ ഇസ് ഓൾവേസ് ഡൈവേർട്ടഡ് ടുവേർഡ്സ് ദി ബ്രൈറ്റസ്റ്റ് എന്ന് ക്ലാസിഫൈ ചെയ്യപ്പെട്ട ആൾക്കാരല്ല. എന്നാൽ അവരെല്ലാം ബ്രൈറ്റസ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല, അവർ ചോദ്യത്തിന് ഉത്തരം പറയുന്നവരാണ്. പക്ഷെ അവിടെ പുറകെ ഇരിക്കുന്ന ഒരാളായിരിക്കും ഒരു നല്ല മേക്കർ, ഒരു നല്ല സിംഗർ, ഒരു നല്ല റൈറ്റർ, ഇങ്ങനെ പല ആൾക്കാരും അതിനകത്ത് ഉണ്ടാവാം. പക്ഷെ അത്തരത്തിലുള്ള കഴിവുകളെ ഐഡന്റിഫൈ ചെയ്ത് ഓരോ കഴിവുകളെയും നേർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം വരുമ്പോഴേ ഓരോ കുട്ടിക്കും തോന്നി തുടങ്ങത്തുള്ളൂ, എനിക്കൊരു കഴിവുണ്ട്, ഐ എം വർത്ത് സംതിങ്. വർത്ത്ലെസ് ആയിട്ട് തോന്നിപ്പിക്കും നമ്മളെ. നിന്നെ കൊണ്ടൊരു കാശിന് കൊള്ളില്ല. അധ്യാപകർ വലിയ പ്രശ്നമാണ്. അധ്യാപകർ, ഒന്നാമത്തെ കാര്യം, അധ്യാപകർക്ക് നൽകുന്ന വേതനം വളരെ ചെറുതായതുകൊണ്ട് പൊട്ടൻഷ്യലായ ആൾക്കാർ ഈ പ്രൊഫഷനിൽ നിൽക്കാതെ മൈഗ്രേറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു പണിയെടുക്കാൻ വേണ്ടി മാത്രം വരുന്ന അധ്യാപകരുടെ എണ്ണം വളരെ കൂടുന്നു. അവർ കുട്ടികളെ വല്ലാതെ ഗ്രേഡ് ചെയ്യുന്നു, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, പ്രഷർഫുൾ ആക്കുന്നു. ഒരു വലിയ പ്രശ്നമാണ്. എല്ലാ സ്കൂളുകളിലും പ്രശ്നമാണ്. അപ്പം നമ്മൾ പറഞ്ഞൊരു കാര്യം, അപ്പം 1ാം ക്ലാസ് മുതൽ 2ാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് വരെ സാറ് പറഞ്ഞതിൻ്റെ ബാക്കിയായി പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, അതായത് ഈ അക്കാഡമിസ്റ്റുകളെ മാത്രമേ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ, അക്നോളജ് ചെയ്യുന്നുള്ളൂ. അവിടെ മുതൽ ബാക്കിയുള്ളവർ കൺഫ്യൂസ്ഡ് ആകുക, ബാക്കിയുള്ളവർ എങ്ങനെ പുസ്തകം പഠിച്ച് പരീക്ഷ എഴുതാം എന്നുള്ള തലത്തിലേക്ക് മാറുന്നു. അവിടെ മുതൽ ഇതിങ്ങനെ കയറി ഇതൊരു ആരോഗ്യ പ്രശ്നം. ഒരുപക്ഷെ കേരളത്തിലെ ആരോഗ്യ പ്രശ്നത്തിൻ്റെ വലിയ കാരണങ്ങളായി സ്കൂൾ മുതൽ തുടങ്ങുന്ന സ്ട്രെസ് ആവാം. അപ്പോൾ ഇത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാർ, ഈ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായി ഈ സ്കൂൾ മുതൽ തന്നെ ഈ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ചില നിലപാടുകൾ എടുക്കാൻ കഴിയില്ല? ക്ലാസ്സസ് പോലെയൊക്കെ കുട്ടികൾക്ക് ഉണ്ട്. ആക്ച്വലി നമ്മളിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു സെൻറ്റർ ഫോർ ഏർലി ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ലാബ് നമ്മൾ ഇപ്പോൾ ഏതാണ്ട് 98 സ്കൂളുകളിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യാണ്. ഏകദേശം 200-250 സർക്കാർ സ്കൂളുകളിലേക്ക് അത് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ ഈ നമ്മൾ പണ്ട് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്, ഞാനൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു പീരീഡ് ഉണ്ടായിരുന്നു, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചുമ്മാ കൊട്ടവഞ്ചി ഉണ്ടാക്കുക, മറ്റേ ഉണ്ടാക്കുക, ചെറിയ കളർ പേപ്പർ കൊണ്ടുപോവുക. ഇപ്പം അതുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ പീരീഡിലേക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും. അതെ, അപ്പോൾ ആ ഒരു രീതി. അപ്പോൾ ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, യുവർ ക്രിയേറ്റിവിറ്റി, ടച്ചിങ് യുവർ ക്രിയേറ്റീവ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. അതിനൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതൊരു വലിയ ഘടകമാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അതൊരു വലിയ ഘടകമാവണം. നമുക്ക് എന്നു മുതൽ, അല്ലെങ്കിൽ എങ്ങനെ ഈ സംരംഭകത്തിൻ്റെ മഹത്വം സ്കൂൾ തലം മുതൽ കുട്ടികളിലെത്തിക്കാം എന്നൊന്ന് ഒരു പരിധിവരെ നമ്മളിപ്പോൾ അത് ചെയ്യുന്നുണ്ട് കേട്ടോ. ആക്ച്വലി യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഇപ്പോൾ KDISC, കിഫ്ബി മുതലായവയൊക്കെ അല്പം വിവാദത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ദാറ്റ്സ് ഓക്കെ. KDISC റോൾ ഔട്ട് ചെയ്തൊരു പ്രോഗ്രാമുണ്ട്, യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞ്. അതായത് നമുക്കൊരു പുതിയ ആശയം, അതിന് മുന്നേ നമ്മളൊരു ഡിസൈൻ തിങ്കിങ് വർക്ക്ഷോപ്പിൽ കൂടി കടന്നു. ഡിസൈൻ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ചുറ്റും ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും ഇതൊന്നും സോൾവ് ചെയ്യാതെ നമ്മൾ വലിയ വലിയ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മുടെ കടൽ തീരങ്ങൾ, നമ്മുടെ ഏതാണ്ട് 700 കിലോമീറ്റർ സ്ട്രെച്ചിലുള്ള കേരള കടൽ തീരം എന്ന് പറയുന്നത് എത്ര കടപ്പുറങ്ങൾ നീറ്റായിട്ടുണ്ട്? വളരെ കുറവല്ലേ? എവിടെ ഇറങ്ങിയാലും, ആൻഡ് ആൾക്കാർ ഉപയോഗിക്കുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ പ്ലാസ്റ്റിക്, മറ്റേത് ചപ്പ് ചവറ്, ഈ ചിപ്സിൻ്റെ കവറ്, ഇങ്ങനെ ആകെ മൊത്തം ബീച്ച് ക്ലീനിങ് ഡ്രൈവ് നടത്തി ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയി നോക്കുമ്പോഴും അത് വീണ്ടും വൃത്തികേടാവുന്നു.
ഇത് നമ്മുടെ മുന്നിലുള്ള ഒരു പ്രശ്നമാണല്ലോ. ഈ പ്ലാസ്റ്റിക് മൊത്തം കടലിലേക്കാണല്ലോ പോകുന്നത്, അതും ഒരു വലിയ പ്രശ്നമാണല്ലോ. നമുക്ക് ഒരു ബീച്ച് ക്ലീനിങ് റോബോട്ടിനെ ഉണ്ടാക്കാൻ പറ്റും. റോവർ ഇങ്ങനെ പതുക്കെ നടന്ന് പ്ലാസ്റ്റിക്കിനെ ഇതുപോലുള്ള കവറുകളെയൊക്കെ ഐഡന്റിഫൈ ചെയ്ത് പിക്ക് ചെയ്ത് ഒരു ബാഗിലിടുന്നു, കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നു. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനത്തിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇതാണ് അപ്പോൾ ഇപ്പം നമുക്ക് എന്താണ്, നമ്മുടെ മുന്നിൽ ഒരു പ്രോബ്ലം ഉണ്ട്, വളരെ ക്ലിയർ ആയ ഒരു പ്രോബ്ലം. അതിനൊരു സൊല്യൂഷൻ നമ്മുടെ മനസ്സിലുണ്ട്. ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ചെയ്യാം എന്ന് നമ്മൾ ആലോചിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസൈൻ തിങ്കിങ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന 30,000-ഓളം കുട്ടികൾ, അതിനകത്ത് എനിക്കൊന്ന് അതിലുമൊക്കെ വലിയ നമ്പറാണെന്ന് തോന്നുന്നു. ഇപ്പോൾ YIPയിൽ ഐഡിയ സബ്മിറ്റ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം, അവരിതുപോലെയുള്ള ചുറ്റുമുള്ള പ്രോബ്ലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ സബ്മിറ്റ് ചെയ്യുകയും അതിൽ കൊള്ളാമെന്ന് KDISCന് തോന്നുന്ന സൊല്യൂഷനുകൾക്ക് ഒരു ധനസഹായം നൽകുകയും ഇവരെ കൊണ്ട് അത് പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇന്ന് നിലവിലുണ്ട്. നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആരും അറിയാറില്ല. അതെ, സത്യം. ഞാനും ഇപ്പോഴാണ് ഈ കാര്യം അറിയുന്നത്. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ നമ്പർ ഇപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു അത് ലക്ഷങ്ങളിലേക്ക് വരും എന്നാണ്. ആ നമ്പർ ഓഫ് ഐഡിയാസ് സബ്മിറ്റഡ് വിൽ ബി ഈക്വലന്റ് ടു ലാക്സ് എന്നാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്. എന്ന് പറഞ്ഞാൽ അത്രയും കുട്ടികളെ കൊണ്ട് നമ്മൾ ഈ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുകയും അതൊരു സൊല്യൂഷൻ കണ്ടെത്തുകയും അതിനെ ഒന്ന് പ്രോട്ടോടൈപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു എക്സസൈസിൽ കൂടെ അത്രയും കുട്ടികൾ കടന്നു പോയിട്ടുണ്ട്. സർ, അപ്പോൾ അത് ഗവൺമെന്റ് സ്കൂൾസിൽ മാത്രമേ ഉള്ളൂ? എല്ലാ സ്കൂളുകളിലും ഉണ്ട്. ആക്ച്വലി 18 മുതൽ 8ാം ക്ലാസ് മുതൽ 35 വയസ്സ് വരെയുള്ള ആൾക്കാർ, 37 വയസ്സ് വരെയുള്ള ആൾക്കാർ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോളേജുകൾ, VHSC, നമ്മുടെ സ്കൂളുകൾ, അത്തരത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കവർ ചെയ്യുന്ന ഒരു ഇതാണ്. വളരെ പ്രഗത്ഭരായ ആൾക്കാരുടെ ഒരു സമിതിയാണ് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതും ചെയ്യും. അപ്പോൾ അവർക്കും ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, കാരണം നമുക്കിപ്പോൾ എന്തെല്ലാം പറയുമ്പോഴും ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് പണ്ടൊക്കെ നമുക്കൊരു 10 വർഷം കൂടുമ്പോഴാണ് ഉണ്ടാകുന്നത് കരുതുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഓരോ 5 ഇയേഴ്സിലും യു ക്യാൻ സീ. ഇപ്പം എൻ്റെ മകന് മേ ബി എൻ്റെ അടുത്ത ആശയവുമായിട്ട് വരുന്ന, എൻ്റെ മകന് ഇപ്പോൾ 22 വയസ്സായി, 15 വയസ്സിൽ ഒരാശയവുമായിട്ട് വരുന്ന കുട്ടിയുമായിട്ട് ഇവനൊരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. സോ ദ വേൾഡ് ഇസ് ചേഞ്ചിങ് സോ ഫാസ്റ്റ് ദാറ്റ് ദ ജനറേഷൻ ഗ്യാപ്പ് ഇസ് ഓൾസോ ലൈക്ക് എമേർജിങ്. വളരെ പെട്ടെന്നാണ് നമുക്കും അടുത്ത ഒരു 1, 2 അല്ലെ 5 വർഷം പ്രായം കുറവുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പോൾ ഈ എക്സ്പെർട്ട് പാനലിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പുതിയ അനുഭവമാണ്. കാരണം ഇവർ ചിന്തിക്കുന്ന ഒരു രീതി ആ എക്സ്പെർട്സിലേക്കൂടെ നമ്മൾ ഇംബൈബ് ചെയ്യുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ ഇതിനകത്ത് പറയാം. നമുക്ക് ദർ ഇസ് എൻ ഓവർ അഫിനിറ്റി ടുവേർഡ്സ് നെഗറ്റീവ് തിങ്സ്. അതെന്തുകൊണ്ടാണ്? അത് നമുക്ക് അതാണ് നമ്മൾ മാറ്റേണ്ടത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഒരു കർണാടകത്തിലോ മഹാരാഷ്ട്രയിലോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്ക് ഇസ് വർഷിപ്പ് എന്ന് പറയുന്ന രീതിയിലുള്ള അവരങ്ങ് പണിയെടുത്തുകൊണ്ടേയിരിക്കുക. അവരാരും വെറുതെ, ഇപ്പം എന്നോട് ഒരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട് ഒരിക്കൽ പറഞ്ഞാണ്, നമ്മൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ആൾക്കാർ കൂട്ടം കൂടിയിരുന്ന് വെറുതെ ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്ന കാണാൻ കഴിയും ഇപ്പോഴും. ബിക്കോസ് യു ആർ എ ലേസി ബഞ്ച് എന്നാണ് അവരെന്നോട് പറഞ്ഞത്. പക്ഷെ നീ ബോംബെ പോയി കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും അത് കാണാൻ പറ്റില്ല. ഒരു റിക്ഷക്കാരൻ മുതൽ മുറുക്കങ്കടക്കാരൻ മുതൽ പാൻവാല വരെ എല്ലാവരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. സോ ദർ ഇസ് എ സർട്ടൻ കംഫർട്ട്. ആ കംഫർട്ട് എനിക്ക് തോന്നുന്നു വന്നത് ഈ ഗൾഫ് മണി കൊണ്ടായി, റെമിറ്റൻസ് എക്കോണമി കൊണ്ടായിരിക്കണം എന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. നമ്മൾ സംസ്ഥാനത്തിന് പുറത്ത് പോയി കഷ്ടപ്പെടാൻ തയ്യാറാണ്, ആ പൈസ നമ്മൾ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് അവർ സുഖമായിട്ട് ജീവിക്കുന്നത് കണ്ട് സന്തോഷിക്കാനും നമ്മൾ തയ്യാറാണ്. വർഷത്തിലൊരിക്കൽ വന്ന് അതിൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ ഇതിൽ പങ്കാളിയായിട്ട് തിരിച്ചു പോകാനും നമ്മൾ തയ്യാറാണ്. അപ്പോൾ ദിസ് ഹാസ് ക്രിയേറ്റഡ് എ ലേസി ബഞ്ച് ആൻഡ് എ കംഫർട്ട് സോൺ. ഈ കംഫർട്ട് സോണിനെയും നമ്മളൊന്ന് ബ്രേക്ക് ചെയ്യണം. നമുക്കിത് ഇങ്ങനെ പോരാ, നമുക്ക് കുറച്ചുകൂടി കാശുണ്ടാക്കണം, കുറച്ചുകൂടി ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചുകൂടി അൺസർട്ടൺ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാൻ നമുക്ക് പറ്റണം. അത് കുറച്ചുകൂടി ഇത്തരത്തിൽ ഈ ഗുഡ് തിങ്സിൻ്റെ പോസിബിലിറ്റീസിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ റോൾ മോഡൽ. ഇപ്പോൾ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം നിങ്ങൾക്ക് രണ്ടുപേർക്കും പോലും അറിയത്തില്ല, കാരണം നിങ്ങൾ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. യു ആർ സപ്പോസ് ടു നോ ദിസ്, പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എത്രത്തോളം നമ്മളത് പെൻട്രേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു മാർക്കറ്റിംഗ് ഐ തിങ്ക് വി നീഡ് ടു
clearly do among the people. സോ എൻ്റെ ഒരു ഡൗട്ട് ചോദിച്ചു, സ്കൂളിനെ ബേസ് ചെയ്ത് മാത്രമേ ഒരു കുട്ടിക്ക് സബ്മിറ്റ് ചെയ്യാവുന്നുണ്ടോ, അത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് എങ്ങനെ വേണമെങ്കിലും സബ്മിറ്റ് ചെയ്യാവുന്നതാണോ? യൂഷ്വലി സ്കൂൾ വഴിയാണ് അത് ചെയ്യുന്നത്. ഒരു നോഡൽ ഓഫീസർ അതിനുണ്ടാവും. എല്ലാ സ്കൂളുകളിലും ഒരു YIP ഒരു അധ്യാപകൻ അതിൻ്റെ ചാർജ് എടുക്കും. ആ അധ്യാപകൻ വഴിയാണ്, അധ്യാപകൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഐഡിയ സബ്മിറ്റ് ചെയ്യുന്നത്. ഈ സ്റ്റാർട്ടപ്സിൽ ഞങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു പയ്യൻ ചാർജ് മോഡിന്റെ രാമൻ, അവര് 4 ചെറുപ്പക്കാര് ചേർന്നിട്ട് അവരൊരു എനിക്ക് തോന്നുന്നു പ്രോപ്പറായി അവർക്കെല്ലാം ഒരുങ്ങി കിട്ടി അവർ യൂണിക്കോണായി മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അവരൊരു വലിയ നെറ്റ്വർക്കായിട്ട് അല്ല. ഇപ്പോൾ ഞാനൊരു മിക്കി എന്ന് പറഞ്ഞൊരു സീരീസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, മെയ്ഡ് ഇൻ കേരള ഫോർ യു. അപ്പോൾ അതിൽ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ കുറേ നമ്പറൊക്കെ പറയും, 15,000 സ്റ്റാർട്ടപ്പ്, 8,000 സ്റ്റാർട്ടപ്പ്, ഇതിലൊക്കെ എവിടെ കമ്പനികൾ എന്ന് വളരെ നിശിതമായി വിമർശിച്ച് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനൊരു ഉത്തരം നമുക്ക് കൃത്യമായിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറയുന്ന 8,400 പരം സ്റ്റാർട്ടപ്പുകളായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളിൽ നിന്ന് 100 കോടി രൂപ റവന്യൂ പൊട്ടൻഷ്യലുള്ള ഒരു 100-200 കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു എക്സസൈസ് കൂടിയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൽ ഞാൻ എൻ്റെ 55ാമത്തെ സീരീസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് 55 കമ്പനികളെക്കുറിച്ച് ഞാൻ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഒരു 100 വരെ ഞാനത് എത്തിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ എപ്പോഴും റിസർച്ച് ചെയ്തു. കാരണം നമുക്കും അറിയില്ല, 8,400 കമ്പനികളിൽ പല കമ്പനികളും നമ്മൾ പോലും അറിയാതെ വളരെ നല്ല ബിസിനസ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു മേ ബി ഒരു 5 വർഷത്തിൽ ഇവരിൽ പലരും 100 crore റവന്യൂ ഉണ്ടാക്കുന്ന കമ്പനീസ്, പലരും 70-75 എത്തി. അപ്പം 100 കോടി ക്രോസ് ചെയ്യും, അതെനിക്ക് 100% ഷുവറാണ്. ഇതിലൊരു 10 പേരെങ്കിലും 100 കോടി രൂപ റവന്യൂ ഉള്ള കമ്പനിയായിട്ട് മാറും. 100 പേര് മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ 10 പേരാണ് പിന്നെ ഗവൺമെൻറ് ഒന്നും ചെയ്യേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. ഇപ്പം ഞാനിപ്പോൾ ഞങ്ങൾ തന്നെ സാറിൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം, ഇപ്പം സാറ് തിരിച്ചു ചോദിച്ചൊരു കാര്യമുണ്ട്, പുതിയ സ്റ്റാർട്ടപ്പുകളെ നിങ്ങൾക്ക് പോലും അറിയില്ല. നമ്മളിപ്പോൾ ഒരാളെ നമുക്കറിയാം, അയാൾ ഇവിടെ വന്നുകയും അയാൾ ഞങ്ങളുടെ സതീഷിൻ്റെ സുഹൃത്തായിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് കുറച്ച് അടുക്കുകയൊക്കെ ചെയ്തു. കരുനാഗപ്പള്ളിക്കാരനാണ്, നമ്മുടെ നാട്ടുകാരനോടാണ്, കുറച്ചുകൂടെ അതേപറ്റി മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. ഈ കേരള വിഷൻ്റെ ഒരു കാര്യം കേട്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോയി. കേരള വിഷൻ 1000 കോടി ടേൺ ഓവർ. അപ്പം ആർക്കും അറിയത്തില്ല. അവൻ എന്നെ ഒരു പരിപാടിയായിട്ട് വന്ന് കണ്ട ഞാൻ തന്നെ അന്തിച്ചു പോയി. സത്യം പറഞ്ഞാൽ ഈ വർഷം 1,500 കോടിയോ. അപ്പൊ അതിന്റെ ചെയർമാനോട് വന്നപ്പോഴും ഞാനിരുന്ന് എക്സൈറ്റഡ് ആയിപ്പോയി. കാരണം ഇത്രയും വലിയ, എന്നിട്ട് ഞാൻ കേരളത്തിലൊരു വലിയ വ്യവസായ പ്രമുഖനോട് 1000 കോടി എന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദൻകുട്ടി ഒന്ന് ചെക്ക് ചെയ്യുക, 100 കോടി ആയിരിക്കും. നമ്മൾ നല്ല 1000 കോടിയാണ്. ഇത് കേരളത്തിലെ ഒരു മോശം അവസ്ഥയാണ്. അപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം സാർ, ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇവരെ മോഡൽ പേഴ്സണായിട്ട് കോളേജുകളിലും സ്കൂളുകളിലും അവതരിപ്പിക്കണം. കാരണം ഇവരൊരു അറിയില്ല, സിനിമാ നടന്മാരെയും അല്ലെങ്കിൽ മിമിക്രി താരങ്ങളെയും പാട്ട് പാടുന്നവരെയും പിന്നെ രാഷ്ട്രീയക്കാരെയും അങ്ങനെയുള്ളവരെ അല്ലാതെ ഇവര്, അതായത് ഒരാൾ ഒരു സ്ഥാപനം നടത്തി ഒരു 100 കോടി ടേൺ ഓവറിലായിട്ട് എത്തണമെങ്കിൽ ഏതെല്ലാം വേഷങ്ങളാടിയാലായിരിക്കും അയാൾ അവിടെ, എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നായിരിക്കും അവിടുത്തെ. ഐ സേ പൊളിറ്റീഷ്യൻസ്, ആക്ടേഴ്സ് ആൻഡ് എന്റർപ്രനേഴ്സ് ആർ ദ സെയിം ഫ്ലോക്ക്. അവരെല്ലാം അഭിനേതാക്കളാണ്. ഇവരെല്ലാവരും അഭിനേതാക്കളാണ്. മനസ്സിലായില്ല. നമുക്ക് നമ്മുടെ ഇപ്പോൾ എന്റർപ്രനൂർ ആണെങ്കിൽ എപ്പോഴും നമ്മുടെ എംപ്ലോയീസിന്റെ, കസ്റ്റമേഴ്സിന്റെ, അവരുടെ എല്ലാം മുന്നിൽ നമ്മളൊരു നടനം ആടുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ട്രൂ അല്ല. യു ഹാവ് ടു കീപ് ദം മോട്ടിവേറ്റഡ്. തിരിച്ച് ആക്ടർ ആണെങ്കിൽ വിവിധ ഭാവങ്ങൾ അയാളുടെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കും. എന്താണ് പൊളിറ്റീഷ്യൻ ചെയ്യുന്നത്? അയാളും അത് തന്നെയാണ്. ഒരു വലിയ മാസ് ഓഫ് ആൾക്കാരെ എടുത്തിട്ട് ഒരു സ്വപ്നത്തിലേക്ക് നടത്തുന്ന ഒരു പ്രോസസ്സിലാണല്ലോ അയാളുള്ളത്. ഇതൊന്നും പലതും വിസിബിൾ അല്ല. ഇദ്ദേഹത്തിന്റെ വാക്കിനെ മാത്രം വിശ്വസിച്ച് നമ്മൾ പോയി മുന്നോട്ട് പോവുക. സക്സസ് ആവുന്നിടം വരെ കൂടെ നിൽക്കുന്നവരെല്ലാം കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതുവരെ ഇവരെ മോട്ടിവേറ്റ്, അപ്പൊ അവർക്കൊന്നും വാല്യൂ ഇല്ലാത്ത ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത്. ഇപ്പം വേറൊരു ഉദാഹരണം കൂടെ പറയാം സാർ. ഇപ്പം ലോകത്ത് ഏറ്റവും അധികം ഇന്റർനെറ്റ് ചീപ്പായി കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ. ഇപ്പം നമ്മൾ സാർ ഈ വീഡിയോ പ്രേക്ഷകർ കാണുന്നത് തന്നെ യൂട്യൂബിലാണ്. എനിക്ക് തോന്നുന്നു ഒരു 5 വർഷമോ 7 വർഷമോ മുമ്പ് നമ്മൾ ആവശ്യത്തിന് ഡേറ്റ ഓൺ ചെയ്ത് ഓഫ് ചെയ്യുക. ഇപ്പം നമ്മുടെ എല്ലാം ഫോണിൽ ഡേറ്റ ഓണാണ്. ഇത് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ജിയോ ആണ്, അല്ലെ റിലയൻസ് ആണ്. ഇത് നമ്മൾ ആരും സ്മരിച്ചിട്ടില്ല. നമുക്കിപ്പോഴും അയാൾ കാശുകാരനും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യുന്നവരും. കറക്റ്റ്. പക്ഷെ അതിനകത്ത് ഞാനൊരു ചെറിയൊരു ക്യാബിയറ്റ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഈ ഡേറ്റ എന്ന് പറയുന്നത്, അതായത് ഹൂ കൺട്രോൾസ് ദ ഇന്റർനെറ്റ് ഓർ ദ നെറ്റ്വർക്ക് കൺട്രോൾസ് ദ ഡേറ്റ. അതായത് നാളെ ഇത് സ്വിച്ച് ഓഫ് ചെയ്യാനും സ്വിച്ച് ഓൺ ചെയ്യാനുമുള്ള അധികാരം അയാളുടെ കയ്യിലിരിക്കുകയാണ്. അപ്പം അവിടെയാണ് ഒരാളിലേക്ക് ഇത്തരത്തിലുള്ള അധികാരങ്ങൾ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ. നമ്മളിപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ,
ഇപ്പം നമ്മളെല്ലാവരും ChatGPT, ക്ലോഡ്, ജെമിനായി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നു. ട്രംപിനെ പോലുള്ളൊരു ഭരണാധികാരി നാളെ പറയുകയാണ്, നിങ്ങൾ നാളെ തൊട്ട് ഇന്ത്യക്ക് AI ടൂളുകൾ കൊടുക്കണ്ട. ഓക്കെ, ഇന്നിപ്പോൾ ഞാൻ പല സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ ഡിസംബർ മുതൽ അവർ കോഡ് എഴുതിയിട്ടേ ഇല്ല. They only give prompt and the code is generated. ഈ കോഡ് എടുത്ത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഒരു ലോജിക്കൽ സ്കില്ലിനെ നമ്മൾ പതുക്കെ താഴോട്ട് കൊണ്ട് ഈ നേരത്തെ അച്ഛനമ്മമാർ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, ദേ ആർ വറീഡ് ദാറ്റ് ദ ബേസിക് മാത്സ് ഓർ ദി ബേസിക് റീസണിങ് ദാറ്റ് എവ്രി സ്റ്റുഡൻറ് ഇസ് സപ്പോസ് ടു ഹാവ്, ആ സ്കിൽ, ആ അനലിറ്റിക്കൽ സ്കിൽ ഓഫ് ദ ബ്രെയിൻ വിൽ കം ഡൗൺ. അത് നമുക്ക് തന്നെ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നേരത്തെ ഒരു സിംഗറിന്റെ പേര് ഓർത്തെടുക്കാൻ നോക്കിയോ, പണ്ടാണെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് എടുക്കുമായിരുന്നത് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ബിക്കോസ് ഓഫ് ദി ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഫിംഗർ ടിപ്സിൽ ഫോൺ വഴി വരികയാണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇൻ്റർനെറ്റിൻ്റെ അല്ലെങ്കിൽ ഡേറ്റയുടെ അല്ലെങ്കിൽ AI കോൺസെൻട്രേഷൻ കുറച്ച് കമ്പനികളിലേക്കോ കുറച്ച് ആൾക്കാരിലേക്കോ വരുന്നതിലൊരു വലിയ ഡേഞ്ചറുണ്ട്. ഇപ്പം ഇന്നത് നമുക്ക് ചീപ്പായിട്ട് തോന്നും, നാളെ ഇതിൻ്റെ വിലയും കൂട്ടിയാലോ? ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഗവൺമെന്റിനെ പോലും അവരാ കൺട്രോൾ ചെയ്യുന്നത്. എവ്രി ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടോ ആമസോണോ അല്ലെങ്കിൽ ഈ രാജ്യത്തെ മൊത്തം ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന വ്യാപാര ശൃംഖലയെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഫൈബറിൽ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ മൊത്തം ഡേറ്റയും അവർക്ക് വേണമെങ്കിൽ എടുക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ കുറച്ചൊരു ഒരു വളരെ ഫൈൻ ലൈൻ എന്ന് ഞാൻ പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്നുണ്ട്, എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളതിനെ പറ്റി. അപ്പോൾ ബട്ട് your point is that we should acknowledge people who have made a large amount of wealth. ഇവിടെ ഞാൻ ഇതിനെ രണ്ടായിട്ട് കാണും. അവിടെയാണ് ഞാൻ ഈ അപ്പുറത്തെ വീട്ടിലെ കുട്ടൻ നല്ല കമ്പനി തുടങ്ങിയെന്ന് ഞാൻ പറയുന്നത്. There are the Tatas, the Birlas, the Ambanis and the Adanis and അങ്ങനത്തെ ഒരു വലിയ സെറ്റ് ഓഫ് ബിസിനസ്സുകാരുണ്ട്. ഇവരെയെല്ലാം സിസ്റ്റത്തിനെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് ഒരു പരിധി വരെ എപ്പോഴും ജനസാമാന്യം കാണുന്നത്. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സത്യമുണ്ട് അതിനകത്ത്, അതിൽ കുറച്ച് സത്യമുണ്ട്. കാരണം അവരുടേതായ ലിവേഴ്സ് തിരിച്ചു തന്നെയാണ് പവർ സർക്കിൾസിൽ അവരുടേതായ സ്വാധീനങ്ങൾ ഉണ്ടാക്കി തന്നെയാണ് പല കോൺട്രാക്റ്റുകളും അവർ നേടിയെടുത്തിട്ടുള്ളത്. ഓക്കെ, അതെനിക്ക് ചെയ്യാൻ പറ്റില്ല, എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ആൾക്കും ചെയ്യാൻ പറ്റില്ല. അവര് ഒരു സക്സസ്ഫുൾ സ്റ്റോറി ഉണ്ടാക്കുന്നിടത്താണ് ഞാൻ മോട്ടിവേറ്റഡ് ആവുന്നത്, എക്സൈറ്റഡ് ആവുന്നത്. ഒരു അദാനിയുടെ സക്സസ് എന്നെ എക്സൈറ്റ് ചെയ്യത്തില്ല, ഒരു അംബാനിയുടെ സക്സസ് എന്നെ എക്സൈറ്റ് ചെയ്യത്തില്ല. പക്ഷേ രാഹുൽ അപ്പുറത്തുനിന്ന് ഒരു കമ്പനി തുടങ്ങി, അവൻ 100 കോടി രൂപ ടേൺ ഓവർ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്നെ എക്സൈറ്റ് ചെയ്യും. ബിക്കോസ് ഇൻഡയറക്ട്ലി എന്താണ് നമ്മൾ മെസ്സേജ് കൊടുക്കുന്നത്? എല്ലാവർക്കും കളിക്കാൻ കഴിയുന്ന ഒരു ഫെയർ പ്ലേയിങ് ഗ്രൗണ്ട് കേരളത്തിലോ ഇന്ത്യയിലോ രൂപപ്പെട്ടു വരുന്നു എന്നുള്ള തോന്നലിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് കച്ചവടത്തിനെ മോശമായിട്ട് കണ്ടിരുന്നത്? കാരണം കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറപ്റ്റായിരിക്കണം എന്നുകൂടി ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അതായത് നമ്മൾ കൈക്കൂലി കൊടുക്കണം, ഒരു കാര്യം സാധിക്കണമെങ്കിൽ, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പെർമിറ്റ് കിട്ടണമെങ്കിൽ കൈക്കൂലി കൊടുത്ത്, അങ്ങനെ കൈക്കൂലി കൊടുത്തുള്ള ഒരു പ്രോസസ്സിൽ കൂടി മാത്രമേ നിനക്ക് കച്ചവടം ചെയ്ത് രക്ഷപ്പെടാൻ പറ്റൂ. അത് കോൺട്രാക്ടർമാരിൽ നിന്ന് വന്ന ഒരു ഇതാണ്. അപ്പം 100 രൂപയുടെ പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ 30 രൂപ നമ്മൾ എത്തേണ്ടടുത്ത് എത്തണം, എങ്കിലേ ഇത് മുന്നോട്ട് പോകൂ എന്നുള്ളൊരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടു. അത് സൃഷ്ടിക്കപ്പെട്ടത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. അവിടേക്ക് കുട്ടികളെ ഇറക്കി വിടാൻ അച്ഛനമ്മമാർ തയ്യാറാവത്തില്ല. നമുക്ക് യു ഓൾസോ ഹാവ് എ സെൻസ്, ഒരു ബേസിക്കലി ഒരു എത്തിക്സ് ഉണ്ടല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, കുറച്ച് നന്നായിട്ട് ജീവിക്കണം, നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആവണം, എത്തിക്കലായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പോകുന്നതെങ്കിൽ, ഇഫ് ദർ ഇസ് നോ എത്തിക്കൽ പ്ലേ ഗ്രൗണ്ട് ഫോർ യു ടു പ്ലേ, ദെൻ ഡോണ്ട് ഗോ പ്ലേ. നീ പോലെ ജോലി നോക്കി സ്വസ്ഥമായിട്ടിരിക്കുക. പക്ഷെ ഒരു ആംഗിൾ നമ്മൾ ചിന്തിച്ചാൽ കച്ചവടമല്ലേ ഏറ്റവും എത്തിക്കൽ ആയിട്ടുള്ള പ്ലേ ഗ്രൗണ്ട്, ഇഫ് യു ഡു ഇറ്റ് എത്തിക്കലി. മറ്റേത് സോഴ്സിൽ നിന്ന് ഉണ്ടാക്കുന്നതിനെക്കാട്ടി കൂടുതൽ കാശ് നമുക്ക് 100%. പക്ഷെ ആ പ്ലേ ഗ്രൗണ്ട് ഉണ്ടാവണം. ABCയുടെ ഒരു ഉദ്യമം കൂടി സ്റ്റാർട്ടപ്പ് മിഷനുമായി ചേർന്ന് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ജനങ്ങളിലെത്തിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അനൂപ് സർ, നന്ദി. താങ്ക് യു വെരി മച്ച്. ആൻഡ് ഇത് കാണുന്ന ഓരോ ആൾക്കാരുടെ മുന്നിലും ഞാൻ ഈ നേരത്തെ പറഞ്ഞ മറ്റുള്ള സ്റ്റാർട്ടപ്പുകളെ കൂടി നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യുകയും അവരുടെ കഥകൾ എത്തിക്കാനും കൂടി കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.